ഹായ് ഗൈസ്, ഇന്ന് നമ്മുടെ ബ്ലോഗിൽ ഒരു കിഡിലെ എപ്പിസോഡാണ്. ആരും സ്കിപ്പ് ചെയ്യരുത്. സോ നമുക്ക് വീഡിയോയിൽ പോയാലോ ഗൈസ്? ഇന്ന് കിഡിലെ ഒരു ജർമ്മൻ ഷെപ്പേർഡിൻ്റെ വീഡിയോ ആണ്. ആരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് ഈ വീഡിയോ കണ്ടു നോക്കുക ഗൈസ്. എല്ലാവരുടെയും കോമൺ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ബ്രീഡാണ് ജർമ്മൻ ഷെപ്പേർഡ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ജർമ്മൻ ഷെപ്പേർഡിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഒരുപാട് ഞാൻ ബ്ലാ ബ്ലാ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട്. ഗൈസ്, എൻ്റെ ബാക്കിൽ നിൽക്കുന്ന ഫുള്ള് നിങ്ങൾ കണ്ടോ, ഫുള്ള് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ കളക്ഷൻസാണ്. നല്ല നല്ല കിഡിലെ ലൈനേജും നല്ല ടോപ്പ് ക്വാളിറ്റി വരുന്ന ലൈനേജിൽ വരുന്ന ഡോഗ്സാണ് ഇവർ. അപ്പം നമുക്ക് ജർമ്മൻ ഷെപ്പേർഡ് ഇഷ്ടപ്പെടാത്ത ആരുടെ ഉള്ളത്? എല്ലാവരുടെ വീട്ടിലും ഒരു ജർമ്മൻ ഷെപ്പേർഡ് നിന്നാൽ അതാണ് ഏറ്റവും വലുത് ഹാപ്പിനെസ്, അല്ലേ? ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ ഗൈസ്. നമ്മുടെ കയ്യിൽ എപ്പോഴും ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പപ്പീസ് ഉണ്ടാകും. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻക്വയറി ചെയ്യാവുന്നതാണ്. പിന്നെ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഏറ്റവും നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട് തോന്നുന്നത് ഇവരുടെ ഹെയർ മെയിൻ്റെനൻസ് ആണ്. പക്ഷേ ഇവരുടെ ഹെയർ നമ്മൾ ഇടയ്ക്ക് ട്രിം ചെയ്തിട്ട് ഇവരുടെ ഹെയർ നന്നായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് നല്ല കോട്ട് കണ്ടീഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത്ര പ്രശ്നമൊന്നും വരുന്നില്ല. വീക്കിലി ഒരു ട്വൈസ് ജട പിടിച്ച് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് മാറ്റി ഇവർ പെർഫെക്റ്റ് ആയിട്ട് വളർത്താവുന്നതേ ഉള്ളൂ ഗൈസ്. എൻ്റെ ഒരു ഫേവറേറ്റ് ബ്രീഡ് ജർമ്മൻ ഷെപ്പേർഡ് ആണ്. ഏറ്റവും കൂടുതൽ ഇവരുടെ ലോയൽ ക്യാരക്ടറാണ്. നമുക്ക് കണ്ടില്ല, ഇപ്പോൾ ഇത്രയും ഡോഗ്സായി നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഒരു ബഹളമല്ല, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു ഡോഗ്സാണ്. പക്ഷേ ഈ ഒരു ചൂട് സമയത്ത് ഇവരുടെ ഒരു ലിറ്റർമെൻ്റൊക്കെ കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളിവിടെ കൊടുക്കുന്ന കോട്ട് കണ്ടീഷന് വേണ്ടിയിട്ട് ഗോൾഡ് കോട്ട് സിറപ്സും പിന്നെ അതുപോലെ തന്നെ സാൽമൺ ഓയിൽസും ഒക്കെയാണ് നമ്മൾ ഡോഗ്സിന് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ ന്യൂട്രിച്ച് പോലത്തുള്ള ടാബ്ലറ്റുകൾ, കാൽഷ്യം ടാബ്ലറ്റുകൾ, ഇതൊക്കെയാണ് നമ്മൾ ഡോഗ്സിന് ഇവിടെ ഹെൽത്തിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം കൊടുക്കുന്നത്. നമുക്ക് ഫുൾ ഓഫ് ഫീമെയിൽ കളക്ഷൻസും ആണ് കേട്ടോ. പപ്പി എൻക്വയറീസിനെ നിങ്ങൾക്ക് ഇത് കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ജർമ്മൻ ഷെപ്പേർഡ് ഡീറ്റെയിൽ ചോദിക്കണമെങ്കിലും ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഗൈസ്, ഇവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് വളർത്തി കൊണ്ടുവരാൻ പറ്റുന്ന നല്ലൊരു ഡോഗാണ്. ഞങ്ങളിവിടെ കൊടുക്കുന്ന 2 ടൈം ഫീഡാണ്. മോർണിംഗ് ഡ്രൈ ഫുഡും അതുപോലെ തന്നെ ഇവർക്ക് നമ്മൾ ഈവനിങ് ചോറും ചിക്കനുമാണ് കൊടുക്കുന്നത് വിത്ത് വെജിറ്റബിൾസ്. ഇവിടെ നമുക്ക് ഒരുപാട് സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിവിടെ മോർണിംഗ് ഇവരെ അങ്ങ് തുറന്ന് വിടും. അങ്ങനെയാണ് 2 ടൈംസ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇപ്പോഴത്തെ മഴ ആയതുകൊണ്ട് ഇവർക്കൊക്കെ ജട പിടിച്ച് അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അധികം ഇപ്പോൾ കേജിന്ന് അങ്ങനെ പുറത്ത് ഇറക്കാറില്ല. പിന്നെ ഈ ചൂട് സമയം ഇവർക്ക് അത്യാവശ്യം നല്ലൊരു കെയർ തന്നെ വേണം, ബിക്കോസ് ഇവർക്ക് ബ്ലാക്ക് കളേഴ്സ് കൂടുതലായതുകൊണ്ട് തന്നെ. എല്ലാ ലേഡീസിനും കുട്ടികൾക്കും എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രീഡും കൂടിയാണ് ജർമ്മൻ ഷെപ്പേർഡ്. നമുക്ക് വീട്ടിലും ഔട്ട്ഡോറും ഒക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ബ്രീഡും കൂടിയാണ് ജർമ്മൻ ഷെപ്പേർഡ്. എല്ലാവിധ ട്രെയിനിങ്സിന് ആപ്റ്റായിട്ടുള്ളൊരു ബ്രീഡും കൂടിയാണ് ജർമ്മൻ ഷെപ്പേർഡ്. മെയിലായാലും ഫീമെയിലായാലും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രീഡാണ്. ബേസിക് ട്രെയിനിങ്സും അതുപോലെ തന്നെ നമുക്ക് പ്രൊട്ടക്ഷൻ ട്രെയിനിങ്സിനും ആണെങ്കിലും കിഡിലെ ഒരു ബ്രീഡ് തന്നെയാണ് ജർമ്മൻ ഷെപ്പേർഡ്. അറിയാമല്ലോ, ഇതൊന്നും ഞാൻ പറയണ്ടല്ലോ. ഇതൊരു ബേസിക് വീഡിയോ ആണ്. ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ ജർമ്മൻ ഷെപ്പേർഡുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ആണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ ഫ്രം കിരൺ.